ട്രേഡ് യൂണിയൻ അംഗങ്ങളാണ് സാധാരണ കണ്ടെയ്നറിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കാറുള്ളത് എന്ന് കൊച്ചിയിൽ റേഞ്ച് റോവർ ഇറക്കുന്നതിനിടെ അപകടമുണ്ടായി കൊല്ലപ്പെട്ട മട്ടാഞ്ചേരി സ്വദേശി റോഷന്റെ ഭാര്യ ഷെൽമ. കൃത്യമായ പരിശീലനം ലഭിച്ചവർ വണ്ടി ഇറക്കിയിരുന്നെങ്കിൽ അപകടം സംഭവിക്കില്ലായിരുന്നു. പോലീസോ അന്വേഷണ ഉദ്യോഗസ്ഥരോ കുടുംബത്തെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഷെൽമ മീഡിയയോട് പറഞ്ഞു. കൊച്ചിയിലെ റേഞ്ച് റോവർ ഇറക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ച റോഷന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. റോഷന്റെ ഭാര്യ ഷെൽമയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷെൽമ, റോഷൻ എപ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്? ഇങ്ങനൊരു കാര്യത്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. ഒരു 10 കാലൊക്കെ എപ്പോഴാണ് പോയത്. ഇങ്ങനെ ട്രക്ക് വന്നിട്ടുണ്ട്, വണ്ടി ഇറക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ മറ്റ് വിവരങ്ങൾ, ആരാണ് ട്രക്ക് ഇറക്കുന്നതെന്ന് സംബന്ധിച്ചൊക്കെ മുൻപ് റോഷൻ സംസാരിച്ചിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചതാണ് നേരത്തെ, ഈ രാത്രി പോകുമ്പോൾ ട്രക്ക് എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഇറക്കണത്, ഹസ്ബൻഡാണോ ഇറക്കണമെന്ന് ചോദിച്ചപ്പോൾ അല്ല, യൂണിയൻകാരാണ് ഇറക്കണത്, നമുക്ക് അവിടെ ചെന്ന് മേൽനോട്ടം വഹിച്ചാൽ മതി, അങ്ങനെയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കാലമായിട്ട് റോഷൻ ചെയ്തു വരുന്നതാണ്. ഈ കമ്പനിയിൽ ഇപ്പോൾ എത്ര നാളായി റോഷൻ വർക്ക് ചെയ്യുന്നു? ഇപ്പോൾ 3 വർഷമായി. കുറച്ചാളായി ഇതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ രാത്രി 10:30 ശേഷമാണ് ഇതിന് പോണത്. അത് ആ ക്രോം എന്നുള്ള സ്ഥാപനം അടയ്ക്കുമ്പോൾ ആ സമയമാകും. അപ്പോൾ അവിടെ ആ സമയത്തെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണെന്നാണ് രാത്രി പോണതിൻ്റെ റീസൺ എന്നോട് പറഞ്ഞത്. യൂണിയൻകാർ തന്നെയാണ് സ്ഥിരമായി ഇറക്കുന്നതെന്ന് റോഷൻ പറഞ്ഞിരുന്നു. അതെ, പറഞ്ഞിട്ടുണ്ട്. യൂണിയൻകാരാണ് ഇറക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി മേൽനോട്ടം വഹിച്ചാൽ മതി. വരുമ്പോൾ കീയും പേപ്പേഴ്സൊക്കെ ആയിട്ടാണ് രാത്രി വരുന്നത്. രാവിലെ പോകുമ്പോൾ അതും കൊണ്ട് പോകും തിരിച്ച്. ഇതിലിപ്പോൾ ഒരു മാനുഷിക പിഴവാണ് എന്നാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം അത് സംബന്ധിച്ച് എന്തെങ്കിലും അറിവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മൊത്തത്തിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് കിട്ടിയൊരു അറിവ്? ഇപ്പോൾ ഈ MVDയുടെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ആ വണ്ടി ഓടിച്ച ആളുടെ പിഴവ് തന്നെയാണെന്നാണ് ഞാൻ വീഡിയോസൊക്കെ കണ്ടത്. അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കറക്റ്റായിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ ഇങ്ങനത്തെ പ്രീമിയം വണ്ടികൾക്ക് ഒന്ന് യൂസ് ചെയ്യാൻ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നഷ്ടം എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത്? അയാൾക്ക് അറിയില്ലായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അത് പിന്നെയാണെങ്കിലും ചെയ്യില്ലേ? പിന്നെ ഈ പ്രോപ്പറായിട്ട് അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോലീസുകാരോ ഒരാളും വന്നിട്ടില്ല. എൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് അല്ലാതെ ഒന്നും വന്നിട്ടില്ല. സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനും പോലീസുകാരും ഒന്നും വന്നിട്ടില്ല. മൊഴിയോ കാര്യങ്ങളോ ഒന്നും പോലീസ് രേഖപ്പെടുത്തിയിട്ടോ ഒന്നുമില്ല ഷെൽമയുടെ? ഇല്ല, ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ അൻഷാദ് എന്ന് പറഞ്ഞ പേരാണ് പറയുന്നത് എല്ലായിടത്തും. ഇയാളുടെ പേരല്ലാതെ വേറൊരു ഡീറ്റെയിൽസും ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ആണെങ്കിൽ കൂടി പത്രത്തിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കും. മിനിമം ഒരു ഏജെങ്കിലും ഉണ്ടാവും. ഏജ് പോലും ഇല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ എല്ലാ ഫോട്ടോസും, പല ഫോട്ടോസും വന്നിട്ടുണ്ട്. ഇതിന് കാരണക്കാരനായ ആളുണ്ടല്ലോ, അയാളുടെ ഡീറ്റെയിൽസ് എന്തുകൊണ്ട് വരുന്നില്ല? അൻഷാദിനെ റോഷന് മുൻപ് പരിചയമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിച്ചിട്ടില്ല. അൻഷാദിനെ പരിചയം എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചത് ഇതാണ്, ട്രക്ക് നിങ്ങൾ തന്നെയാണ് ഇറക്കണമെന്ന് ചോദിച്ചു. അല്ല, ഞാൻ അവിടെ പോയി